വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഹോട്ട് ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ. എന്താണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ? നമ്മുടെ LGSന്റെ തന്നെ ചോദ്യമാണ് കേട്ടോ. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇന്ത്യൻ സമതലങ്ങളെ 2024 LGSന്റെ ചോദ്യമാണ്. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നത് ആരുടെ പ്രസ്താവനയാണ്? ആരുടെയാണ്? ഡൽഹൌസി പ്രഭുവിന്റെ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ. ഇനി അടുത്തത് നവറോജിയുടെയാണ് ചോർച്ചാ സിദ്ധാന്തം എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം, നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലാണ്? ഏത് പുസ്തകത്തിലാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യയിലെ മുസ്ലിമുകളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റിന്, സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്ക് ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേര് എന്താണ്? അലിഗഡ് പ്രസ്ഥാനം എന്നാണ്. ഇനി രാജാറാം മോഹൻ റോയ്, രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പത്രങ്ങളാണ് സമ്പാദ് കൗമുദി, മിറാദ് ഉൽ അക്ബർ, സമ്പാദ് കൗമുദി, മിറാദ് ഉൽ അക്ബർ തുടങ്ങിയവ. ഇനി അടുത്തത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യത്താൻ ഗോപാലനെയാണ്. ഗാന്ധിജിയുടെ കേരള സന്ദർശനം, ഗാന്ധിജി 5 പ്രാവശ്യം കേരളത്തിൽ വരികയുണ്ടായി അല്ലെ. അപ്പൊ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു ആശ്രമമുണ്ട്, ശബരി ആശ്രമം എന്നാണ് അതിന്റെ പേര്. അതേത് ജില്ലയിലാണ്? കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ്. EV രാമസ്വാമി നായ്ക്കർ, പെരിയോർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്ന് പിന്നീട് നീക്കം ചെയ്ത അവകാശം ഏതാണ്? ഏതവകാശാണ് നീക്കം ചെയ്തത്? സ്വത്തവകാശമാണ് നമ്മൾ നീക്കം ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശം നിഷേധിച്ചാൽ നമ്മൾ ഏത് കോടതിയെ സമീപിക്കും? ആരെ സമീപിക്കും? സുപ്രീം കോർട്ടിനെയും പ്ലസ് ആരെയും സമീപിക്കാം? ഹൈക്കോർട്ടിനെയും സമീപിക്കാം. അപ്പൊ സുപ്രീം കോർട്ടിനെയും ഹൈക്കോടതികളെയും സമീപിക്കാം. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ 4th 5-year പ്ലാനിന്റെ ലക്ഷ്യം എന്താണ്? സ്ഥിരതയോടുകൂടിയ വളർച്ച കൂടാതെ സ്വാശ്രയത്വം. ഇത് രണ്ടും അതിന്റെ ലക്ഷ്യങ്ങളാണ്. അടുത്തത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള
പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയുടെ പേര് ഗഗൻയാൻ എന്നാണ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്താണ്? ഓപ്പറേഷൻ സഫേദ് സാഗർ എന്നാണ്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? കൊൽക്കത്തയിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം പർവ്വതനിരയിലാണ്. ഇന്ദ്രാവതി എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരിയുടെ പോഷക നദിയാണ്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യയുടെ വിസ്തൃതി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കക്കാട് എവിടെയാണ്? പത്തനംതിട്ട. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി ചക്കയെ പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ്? 2018 ഓൺലൈൻ ഗെയിം ഉണ്ടല്ലോ, ഈ ഓൺലൈൻ ഗെയിമിന് ഗെയിം വരുമാനത്തിന് എത്ര നികുതിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? 30%. കൃത്രിമ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏത്? PSLV-C-57. ദേശീയ വനനയം നിലവിൽ വന്നത് എന്ന്? 1988. രാജ്യത്തെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്താണ്? സിഗ് എന്നാണ് പേര്. അതിന്റെ പൂർണ്ണരൂപം സിംബാബ്വെ ഗോൾഡ് എന്നാണ്. അപ്പൊ ഇത്രയും 25 ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ.